എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസറെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു, വലിയൊരു അവസരമാണ്. 2020 ശേഷം 2026 നോട്ടിഫിക്കേഷൻ വരുന്നത്. ഫിഷറീസിൽ BFSCക്കാർക്കും അതുപോലെ ഫിഷറീസിൽ ബാക്കിയുള്ള സബ്ജക്റ്റുകളിലൊക്കെ PG ഉള്ളവർക്കും അതുപോലെ തന്നെ MSc സുവോളജിക്കാർക്കും നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകൾക്കും ഇപ്പം ഫിഷറീസ് ഓഫീസർമാരായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവരും ഇതിനു വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, പഠനം ആരംഭിച്ചിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്പോൾ ഒരുപാട് പേരെ സംശയമായിരുന്നു നമ്മുടെ ഫിഷറീസ് ഓഫീസർ, ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ നിയമനം എത്രത്തോളം ഉണ്ടാവും, അല്ലെങ്കിൽ കഴിഞ്ഞ നിയമന നില എങ്ങനെയായിരുന്നു. നോട്ടിഫിക്കേഷനകത്ത് ഒരു വേക്കൻസിയാണ് കാണിച്ചിട്ടുള്ളത്. ഈ ഒരു വേക്കൻസിയെല്ലാം ഉള്ളോ, ഞങ്ങൾ പഠിക്കണ്ടല്ലോ എന്നുള്ളൊരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട്. അപ്പോൾ അതുകൂടെ ഈ ഒരു വീഡിയോയിലൂടെ ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം PSC നോട്ടിഫിക്കേഷൻ ഇറക്കുന്ന സമയത്തുള്ള നിയമന അല്ലെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷനകത്തിൽ കാണിക്കുന്ന ഫിഗർ അല്ല യഥാർത്ഥ ഫിഗർ എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ നമ്മളെ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുന്നുണ്ട്, സാറേ ഒരു വേക്കൻസി അല്ല ഉള്ളൂ, ഈ ഒരു വേക്കൻസിക്ക് ഞാൻ പഠിക്കണോ എന്ന് വിചാരിച്ച് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് ഒരു വേക്കൻസി അല്ല, വേക്കൻസികൾ ഉണ്ടാവും, അത്യാവശ്യം വേക്കൻസികൾ നടക്കും. എങ്കിലും ഫിഷറീസ് ഓഫീസറെ പോലെ ഒരുപാട് വേക്കൻസികളൊന്നും ഉണ്ടാവത്തില്ല. ഫിഷറീസ് ഓഫീസർ എടുക്കുന്ന പോലെ ഒന്നും ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസറൊന്നും എടുക്കത്തില്ല. അത്രയും അങ്ങ് നിങ്ങൾ ഒരു ഫിഗർ വിചാരിക്കേണ്ട. എങ്കിലും അത്യാവശ്യം നിയമനം നടക്കും. മാത്രമല്ല നമുക്ക് ഒരു 33 മത്സ്യഭവനുകളുടെ ധനകാര്യ വകുപ്പിൻ്റെ ശുപാർശയിലുണ്ട്. അതുകൂടെ ഒന്ന് ഓർഡർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 33 മത്സ്യഭവനുകളിലും FEOമാരുണ്ടാവും. അതുപോലെ തന്നെ റിട്ടയർമെൻറ്റ് 2030 2029 2030 കാലഘട്ടത്തിൽ റിട്ടയർമെൻറ്റും ഉണ്ട്. ആ റിട്ടയർമെൻറ്റ് വേക്കൻസികളും ഒക്കെ ഈ ലിസ്റ്റിൽ കൂടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒന്നേ ഉള്ളെന്ന് വിചാരിച്ചിട്ട് പഠിക്കാതിരിക്കരുത്. ഒരു വലിയ അവസരമാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. 6 വർഷത്തിന് ശേഷം ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിന് അത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് തിരിച്ചറിയുക. അപ്പോൾ കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷൻ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അതുപ്രകാരം എത്രയാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞ വേക്കൻസി എത്രയാണ്, അതുപോലെ തന്നെ എത്ര അഡ്വൈസുകൾ പോയിട്ടാണ് ഈ ലിസ്റ്റ് ക്യാൻസൽ ആയത്, അതൊക്കെയൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു 2020 നോട്ടിഫിക്കേഷൻ വന്നതെന്ന് പറഞ്ഞു. 2020 28ാം നമ്പർ നോട്ടിഫിക്കേഷൻ ആയിരുന്നു. 28ാം നമ്പർ നോട്ടിഫിക്കേഷനായിട്ടാണ് എന്ത് വന്നിരിക്കുന്നത്, നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഓക്കെ, നോക്കിയേ, ഡിപ്പാർട്ട്മെന്റ് നമുക്കറിയാം ഫിഷറീസ് ആണ്, ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസറാണ്. സ്കെയിൽ ഓഫ് പേ 35,700 to 75,600 അന്നത്തെ സ്കെയിൽ ഓഫ് പേ പറഞ്ഞത്. നമ്പർ ഓഫ് വേക്കൻസി അന്നും കൊടുത്തിട്ടുണ്ടായിരുന്നു, ആൻറ്റിസിപ്പേറ്റഡ് അല്ലായിരുന്നു. അന്നും 8 വേക്കൻസിയാണ് കൊടുത്തിരുന്നത്. ഓക്കെ, അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 8 വേക്കൻസിയാണ്, ഈ 8 വേക്കൻസി ഉള്ളോ എന്ന് വിചാരിച്ചിട്ട് അന്ന് പഠിക്കാതിരുന്നെങ്കിൽ ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് ടോട്ടൽ എത്ര വേക്കൻസി, എത്ര ടോട്ടൽ അഡ്വൈസ് പോയിട്ടുണ്ടെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ലിസ്റ്റിലെ നിയമന നില ജസ്റ്റ് ഒന്ന് നോക്കിയേ. ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് 28/11/2022 2020 നോട്ടിഫിക്കേഷൻ വന്നു. 2022 അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഇന്റർവ്യൂവിന് ശേഷമാണ് നമുക്ക് റാങ്ക് ലിസ്റ്റ് വരുന്നത്, ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത് 28/11/2022 2025 28/11/2025 സ്വാഭാവികമായിട്ട് നമ്മുടെ റാങ്ക് പട്ടിക കഴിഞ്ഞു. ഓക്കെ, നമുക്ക് അപ്പോൾ ഡിസംബർ മുതൽ നമുക്ക് റാങ്ക് പട്ടികയില്ല. അത്യാവശ്യം ഒരു 7 മാസത്തോളമായി നമുക്ക് റാങ്ക് പട്ടിക ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ റദ്ദായിട്ട്. ഓക്കെ, നോക്കിയേ, 8 വേക്കൻസിയാണ് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞത്. ടോട്ടൽ അഡ്വൈസ് എത്ര പോയി, 46 പോയി. അപ്പം നിങ്ങൾ നോക്കിയേ, 8ഉം 46 നോക്കിയേ, ജസ്റ്റ് ടോട്ടൽ അഡ്വൈസ് 46 പോയത്. അപ്പോൾ നമുക്ക് 8 വേക്കൻസി ഉള്ളായിരുന്നോ? അല്ല, 8 വേക്കൻസി അല്ല. 8 വേക്കൻസി ഉള്ളതെന്ന് പറഞ്ഞ് പഠിക്കാതിരുന്നെങ്കിൽ ആ ലിസ്റ്റിലെ പലർക്കും ജോലി കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അപ്ലൈ ചെയ്യുക, കൃത്യമായിട്ട് നല്ല പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ, കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് 46 ടോട്ടൽ അഡ്വൈസ് പോയി. ഓക്കെ, ലാസ്റ്റ് പോയത് 11/11/2025 ഓപ്പൺ 37 ഓപ്പൺ പോയിട്ടുണ്ട്. 37 പോയിട്ടുണ്ട്. സപ്ലിമെന്ററി സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നാണ് പോയിട്ടുള്ളത്. മുസ്ലിം 94ാമത് കിടന്ന മുസ്ലിം കാറ്റഗറിക്കാരൻ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല നിയമനം, ഈ പറഞ്ഞ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പോലുള്ള ഒരു പോസ്റ്റിൽ അത്യാവശ്യം നല്ല നിയമനം നടന്നിട്ടുള്ള ലിസ്റ്റായിരുന്നു കഴിഞ്ഞ ലിസ്റ്റ്. അപ്പോൾ ഇത്തവണ നമുക്ക് 1-2 ഘടകങ്ങൾ നമുക്ക് ഗുണകരമാണ്. നമുക്ക് ഈ മത്സ്യഭവനൊക്കെ വരുന്നത് നമുക്ക് ഗുണകരമാണ്. ആ മത്സ്യഭവൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു 40-ന് മേളിൽ നിയമനം നടക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, നമുക്ക് ഈ 2029-30 റിട്ടയർമെൻറ്റും വരുന്നുണ്ടെന്ന് അറിയുന്നു. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നിയമനങ്ങൾ നടക്കും.
ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? കൃത്യമായിട്ട് പഠിക്കുക. നിങ്ങളെ ഈ പുറകോട്ട് വലിക്കുന്ന ചിന്താഗതികളുണ്ട്, അതൊക്കെ അങ്ങ് മാറ്റി വയ്ക്കുക. നന്നായിട്ട് മുന്നോട്ട് പഠിച്ചു പോവുക. കാരണം നമുക്ക് ഇപ്പോൾ നിങ്ങൾ ഫിഷറീസ് ഓഫീസറിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത ഒരുപാട് പേരുണ്ട്. ഫിഷറീസ് ഓഫീസറിൽ നല്ല സ്കോർ വാങ്ങിയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവർ ഈ പഠനം കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസറിൽ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റും. റാങ്ക് പട്ടികയിൽ ആദ്യം എത്തിപ്പെടാൻ പറ്റും. അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് ലക്ഷ്യബോധത്തോടു കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ടൊന്ന് പഠിച്ചു നോക്കൂ. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് സ്റ്റഡി പ്ലാൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് മികച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. മാസ്റ്റർ കീ അക്കാഡമിയുടെ 3rd ബാച്ച്, 3ാമത്തെ ബാച്ച് നമ്മളിപ്പോൾ ഉടനെ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കും നിങ്ങൾ ജോയിൻ ചെയ്ത് പഠിക്കാം. അത് നിങ്ങളെ ഒന്നുകൂടെ നിങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളെ റാങ്ക് പട്ടികയിൽ എത്താൻ ഒരുപാട് സഹായിക്കും. ഓക്കെ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട, നമ്മുടെ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന് പഠിക്കുന്ന കുട്ടികളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മേഖലയും എല്ലാ മൊഡ്യൂൾസും നന്നായിട്ട് കവർ ചെയ്യുക. അതോടൊപ്പം തന്നെ അതിൻ്റെ മാക്സിമം MCQസും PYQസും ഒക്കെ ചെയ്ത് വളരെ കൃത്യമായിട്ട് തറവായിട്ട് പഠിച്ചെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നല്ല സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഒരുപാട് പേരെയൊന്നും ഈ ഒരു പരീക്ഷയ്ക്ക് നമുക്കറിയാം FO പോലെയൊന്നും അത്രയും ലിസ്റ്റ് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ടൈറ്റായിട്ടായിരിക്കും ചോദ്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ആ രീതിയിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ച് മുന്നോട്ട് പോകണം. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ജനറൽ കാറ്റഗറിക്കാർക്ക് 40 വയസ്സാണ് ഏജ് ലിമിറ്റ് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് അത് പ്രയോജനപ്പെടും. കാരണം ഒരുപാട് പേർ അവസരമൊക്കെ നഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിച്ചിരുന്നവരാണ്. 36 വയസ്സേ ഉള്ളായിരുന്നല്ലോ, 40 ആക്കിയപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്? 40 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. OBC-കാർക്കാണെങ്കിൽ 43, SC/ST കാറ്റഗറിക്കാണെങ്കിൽ 45 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ വലിയൊരു അവസരമാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നല്ലൊരു ഗസറ്റഡ് പോസ്റ്റാണ്. നല്ല പെർഫോം ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ കഴിവുകളെ പുറത്തെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ. അപ്പോൾ സുവോളജിക്കാരും അതുപോലെ തന്നെ സുവോളജിക്കാരെ സംബന്ധിച്ച് നല്ല സ്കോർ, അതായത് ഫിഷറീസ് ഓഫീസറിൽ നന്നായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു BSc സുവോളജിക്കാർ വരെ നല്ല സ്കോറിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും പറ്റുന്ന കാര്യമാണ്. ആരെങ്കിലും നിങ്ങൾക്ക് പറ്റത്തില്ല എന്നൊന്നും പറഞ്ഞ് നിങ്ങളെ എന്ത് ചെയ്യുക? പുറകോട്ട് വലിക്കാൻ നോക്കുകയാണെന്നെങ്കിൽ അതിനൊന്നും ചെവി കൊടുക്കണ്ട. നിങ്ങൾക്ക് പറ്റും. വളരെ കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോയാൽ, വളരെ സിസ്റ്റമാറ്റിക് ആയാൽ നിങ്ങൾക്ക് നല്ല സ്കോറിലെത്താൻ സുവോളജിക്കാർക്ക് പറ്റും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞു, നമ്മൾ നമ്മുടെ ഫിഷറീസ് ഓഫീസറിൻ്റെ ഒരു അനലൈസ് വീഡിയോ ചെയ്ത സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞു, ഇത്തവണ BSc സുവോളജി പഠിച്ചൊരു കുട്ടിക്ക് 1നും 10നും ഇടയ്ക്കുള്ളൊരു റാങ്കിൽ ഒരു കുട്ടി എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് പറ്റുമെന്നുണ്ടെങ്കിൽ BSc സുവോളജിക്കാർക്കൊക്കെ പറ്റുമെന്നുണ്ടെങ്കിൽ MSc സുവോളജിക്കാർക്കും അതുപോലെ തന്നെ ബാക്കി ഫിഷറീസിൽ PG ഒക്കെ ഉള്ളവർക്ക് എല്ലാവർക്കും പറ്റും. ഫിഷറീസുകാർക്കാണ് കുറച്ചുകൂടെ അവർക്കാണ് ബേസ് ഉള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് പഠിച്ച് മുന്നോട്ട് പോയാൽ, വളരെ സിസ്റ്റമാറ്റിക് ആയാൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന പരീക്ഷയാണ് എക്സ്റ്റൻഷൻ ഓഫീസർ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. കുറച്ച് ആളുകളുടെ എണ്ണം കൂടുതൽ ഇത്തവണ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഫിഷറീസ് ഓഫീസർ പരീക്ഷയ്ക്ക് ശേഷമാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഫിഷറീസ് ഓഫീസറിന് പഠിച്ചു വന്ന ആളുകൾ മുഴുവൻ പേരും അപ്ലൈ ചെയ്യും. അതോടൊപ്പം തന്നെ ഏജ് ലിമിറ്റ് ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ ഏജ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറച്ച് ആളുകളുടെ എണ്ണം വളരെ കൂടാൻ സാധ്യതയുണ്ട്. എങ്കിലും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച് മുന്നോട്ട് പോകുന്നവർക്കാണ് വിജയം എന്ന് ആത്യന്തികമായി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ സംശയങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ തീർന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു വേക്കൻസി അല്ല, ഒരു വേക്കൻസി ആണെന്ന് ആരും വിചാരിച്ച് നിങ്ങൾ പഠിക്കാതിരിക്കരുത്. വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോവുക. വിജയം നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഓക്കെ, താങ്ക് യു.